എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. രാവിലെ ആരംഭിക്കുമ്പോൾ പതിവ് പോലെ രാഷ്ട്രീയ വർത്തമാനങ്ങൾ തുടങ്ങേണ്ടി വരും. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന്റെ കാലമാണ്. UDFന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഒടുവിൽ ഇന്നുണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. ഏതാണ്ട് പുലർച്ചെ വരെ നീണ്ട ചർച്ചകൾക്ക് ഒടുവിൽ MP മാർക്ക് സീറ്റ് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് കരുതുന്നത്. ഇനി അത് ഏത് തരത്തിലേക്ക് വളരും, ഏത് തരത്തിലേക്കൊക്കെ അത് പോകും, എത്രമാത്രം പോയി വരും എന്നുള്ളതൊക്കെയാണ് ഇനി അറിയേണ്ടത് എന്നാണല്ലോ. നമുക്ക് വിശദമായി നോക്കാം. തെരഞ്ഞെടുപ്പ് വാർത്തകളുണ്ട്, സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷകളുണ്ട്, മറ്റ് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ. ഇന്ന് മുഖ്യമന്ത്രി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇനി മറ്റൊന്ന് പശ്ചിമേഷ്യയിലെ സാഹചര്യമാണ്. അതൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം. നമുക്ക് ആദ്യം തലക്കെട്ടുകൾ. തർക്കങ്ങൾക്കൊടുവിൽ കോൺഗ്രസ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന്. MP മാർക്ക് സീറ്റില്ല. തർക്ക സീറ്റുകളിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. ചർച്ചകൾ നീണ്ടത് പുലർച്ചെ 2:15 വരെ. BJP രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന്. 43 സീറ്റുകളിൽ പ്രഖ്യാപനം. കുമ്മനം, തിരുവനന്തപുരത്ത് സൂചന. MT രമേശ് മത്സരിക്കില്ല. പത്രികാ സമർപ്പണത്തിലേക്ക് മുന്നണികൾ. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പത്രിക സമർപ്പിക്കും. ഹാട്രിക് ജയം ലക്ഷ്യമിട്ട മുഖ്യമന്ത്രി. അബ്ദുറഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗിൽ തുടരും. തങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തീരുമാനം. പാർട്ടി നിർദ്ദേശം അനുസരിക്കുമെന്ന് രണ്ടത്താണി. ഡോക്ടർ വന്ദന ദാസ് കൊലക്കേസിൽ ശിക്ഷാവിധിന്ന്. പ്രതി സന്ദീപിന് പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ. വിധി പറയുന്നത് കൊല്ലം സെഷൻസ് കോടതി. ഗൾഫിലേക്ക് ആക്രമണം കടുപ്പിച്ച് ഇറാൻ. സൗദിയിലും ഖത്തറിലും UAE-യിലും ഊർജ കേന്ദ്രങ്ങളിൽ ആക്രമണം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അലി ലാരിജാനിയുടെ കൊലപാതകത്തിന് പകരം വീട്ടുമെന്ന് മുസ്തഫ ഖമനൈ. ഇറാനെതിരെ വ്യോമാക്രമണം ശക്തമാക്കി ഇസ്രായേൽ. രാവിലെ വിശദമായി പോവുകയാണ്. കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. MP മാർക്ക് ആർക്കും സീറ്റ് നൽകേണ്ടതില്ല എന്നാണ് തീരുമാനം. ഒന്നിലധികം പേരുകളുള്ള തർക്ക സീറ്റുകളിൽ തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടു. പുലർച്ചെ ഏതാണ്ട് 2:30 വരെ ചർച്ചകൾ നീണ്ടു എന്നാണ് റിപ്പോർട്ടുകൾ. സീറ്റില്ലെങ്കിൽ K സുധാകരന്റെ അടുത്ത നീക്കം എന്താണെന്നാണ് ആകാംക്ഷ. ടിക്കറ്റ് കിട്ടാത്തവരുടെ വിഷമം മാറ്റി സംസാരിക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. VV അരുൺ കൂടുതൽ വിവരങ്ങൾ ചേരുന്നുണ്ട്. അരുൺ, അങ്ങനെ സ്ഥാനാർത്ഥി പട്ടിക രണ്ടാം ഘട്ടം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് തർക്കങ്ങൾ, ഒരുപാട് കൂടിയാലോചനകളൊക്കെ നടന്നു. എങ്ങനെയാണ് ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ കഴിഞ്ഞു? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിൽ സ്ഥാനാർത്ഥി പട്ടിക എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അവകാശവാദം. പക്ഷേ 72 മണിക്കൂർ പിന്നിട്ടും സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന മാരത്തോൺ ചർച്ചകൾ പല ഘട്ടങ്ങളിലായി പല തലങ്ങളിൽ നടന്ന ചർച്ചകൾക്ക് ശേഷവും രണ്ടാം ഘട്ട 55 സ്ഥാനാർത്ഥികളാണ് ആദ്യം പ്രഖ്യാപിച്ചത്. രണ്ടാം ഘട്ട പട്ടിക പ്രസിദ്ധീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രി വരെ പുലർച്ചെ വരെ നീണ്ട ചർച്ചകൾ. അതിൽ K സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കുന്ന 2 സീറ്റുകളെ ചൊല്ലിയുള്ള തർക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി കോൺഗ്രസിന് മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്. സുധാകരൻ മത്സരിച്ചേ മതിയാകൂ നിലപാടിലാണ്. സുധാകരന്റെ അനുയായികൾ പലതവണ പ്രകടനമായും ബോർഡുകളുമായും ഒക്കെ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഹൈക്കമാൻഡ്, പ്രത്യേകിച്ച് ACC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ കടുത്ത നിലപാടിലാണ്. MP-മാർ ആരും മത്സരിക്കേണ്ട നിലപാടിൽ അദ്ദേഹം തുടരുന്നതാണ് ഇപ്പോൾ പ്രതിസന്ധിക്ക് കാരണം. ചർച്ചകൾ പൂർത്തിയാക്കി പട്ടികയുമായി നേതാക്കൾ കേരളത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. പ്രഖ്യാപനം ACCയുടെ ഭാഗത്ത് തന്നെയാണ് ഉണ്ടാകേണ്ടത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി രണ്ടാം ഘട്ട പട്ടിക വരുമെന്ന സൂചനകളാണ് ആദ്യം പുറത്തു വന്നത്. പക്ഷേ ആ തർക്കം നീണ്ടുപോയതാണ് പട്ടിക വൈകാൻ കാരണം. തിരുവനന്തപുരത്തെ പ്രധാന സീറ്റുകളിലടക്കം സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം വരേണ്ടതുണ്ട്. അരുവിക്കരയിൽ VS ശിവകുമാർ മത്സരിക്കുമെന്ന സൂചനയാണ് ഇപ്പോഴുള്ളത്. നേമത്ത് K ശബരിനാഥനും മത്സരിച്ചേക്കാം. N ശക്തൻ പോലുള്ളവരെ നെയ്യാറ്റിൻകര പരിഗണിക്കുമെന്ന കാര്യം അറിയേണ്ടതുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനം K സുധാകരന്റെയും അടൂർ പ്രകാശിന്റെയും സീറ്റുകളിലാണ്. കോന്നിയിൽ റോബിൻ പീറ്റർ ഒരുപക്ഷെ മത്സരിച്ചേക്കാം.
അടൂർ പ്രകാശ് മത്സരിക്കുന്നില്ല എങ്കിൽ റോബിൻ പീറ്റർ മത്സരിച്ചേക്കാം. ഏതായാലും കെ സുധാകരൻ എങ്ങനെ അനുനയിപ്പിക്കുമെന്ന് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുള്ളത്. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. അവിടെ ലത്തീൻ സഭയുടെ എതിർപ്പുണ്ട്. അത് മറികടന്ന് വേണം ഷിയാസിനെ അവിടെ മത്സരിപ്പിക്കാൻ. ഏതായാലും വലിയ വെല്ലുവിളികൾ നിറഞ്ഞ മണിക്കൂറുകളിലാണ് കോൺഗ്രസ് രാഷ്ട്രീയം കടന്നുപോകുന്നത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു കഴിഞ്ഞു. ദിവസങ്ങൾ മാത്രമാണ് അതിന് ബാക്കിയുള്ളത്. മുഖ്യമന്ത്രി അടക്കമുള്ള ഇടത് നേതാക്കൾ ഇന്ന് പത്രിക സമർപ്പിക്കും. അപ്പോഴും കോൺഗ്രസിന്റെ രണ്ടാംഘട്ട പട്ടിക പുറത്തു വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബിജെപിയുടെ പട്ടികയും പുറത്തു വരാറുണ്ട്. പക്ഷേ ബിജെപി ഇന്ന് പ്രഖ്യാപിക്കുന്ന സൂചനകളുണ്ട്. കാര്യമായ തർക്കങ്ങൾ കോൺഗ്രസിലേതുപോലെ ബിജെപിയിലില്ല. സിപിഎമ്മിന്റെയും 3 പട്ടിക സീറ്റുകളിൽ ഇനി സ്ഥാനാർത്ഥികൾ വരേണ്ടതുണ്ട്. പക്ഷേ കോൺഗ്രസിൽ വലിയ പ്രതിസന്ധിയിലായി സീറ്റ് വിഭജന ചർച്ചകൾ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺ, അടൂർ പ്രകാശ്, കെ സുധാകരൻ ഈ 2 എംപിമാരുടെ കാര്യത്തിലായിരുന്നല്ലോ പ്രധാനമായിട്ടും ഈ പറയുന്ന ചർച്ചകൾ മുഴുവൻ നടന്നിരുന്നത്. അപ്പോൾ ഒരുപക്ഷെ അടൂർ പ്രകാശ് അത്രമാത്രം വലിയ പ്രതികരണങ്ങൾക്ക് മുതിരാൻ സാധ്യതയില്ലായിരിക്കും. പക്ഷേ കെ സുധാകരൻ അങ്ങനെ സീറ്റില്ല എങ്കിൽ മൗനം പാലിക്കുമെന്ന് കരുതാൻ കഴിയുമോ? കാരണം ഇതിനോടകം നേതാക്കളുടെ നേതൃത്വത്തോട് സുധാകരൻ നൽകിയ മുന്നറിയിപ്പും അത്തരത്തിലായിരുന്നല്ലോ, മാധ്യമങ്ങളെ കാണും, വരാൻ പോകുന്നത് കൂടുതൽ കടുപ്പമായിരിക്കുമെന്നുള്ളത്. അപ്പോൾ കെ സുധാകരനെ അനുനയിപ്പിച്ച് നിർത്തുക എന്നുള്ളത് എളുപ്പമായിരിക്കുമോ നേതൃത്വം? ഒട്ടും എളുപ്പമാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നില്ല. സുധാകരന്റെ സീറ്റ് മോഹത്തിൽ തട്ടി തന്നെയാണ് ചർച്ച. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇത്രയും വൈകുന്നത്. സുധാകരനെ അത്രയൊന്നും പെട്ടെന്ന് അനുനയിപ്പിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നുമില്ല. മറ്റൊരു വിലയിരുത്തലുള്ളത് ഈ സുധാകരന് പിന്നിൽ കോൺഗ്രസിലെ അസംതൃപ്തരായ മുതിർന്ന നേതാക്കൾ കൂടിയുണ്ട്, പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിയുണ്ട്. കെ സി വേണുഗോപാലിന്റെ ഒരു ഏകപക്ഷീയമായ ഇടപെടലുകൾ ഈ പട്ടികയിലുണ്ട് എന്ന വിലയിരുത്തലുകളുണ്ട്. അങ്ങനെയെങ്കിൽ സുധാകരനെ മുൻനിർത്തി കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിലുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് സുധാകരൻ ഇത്രയധികം ശക്തമായ നിലപാടെടുക്കുന്നതെന്നും പറയപ്പെടുന്നു. ഏതായാലും സുധാകരൻ ഇടഞ്ഞാൽ അത് കോൺഗ്രസിന് ഗുണം ചെയ്യില്ല എന്ന് ഉറപ്പാണ്. കണ്ണൂർ സീറ്റ് തിരിച്ചുപിടിക്കുക എന്നത് മാത്രമല്ല, തൊട്ടടുത്തുള്ള ആ ജില്ലകളിലെ പ്രധാനപ്പെട്ട ചില സീറ്റുകളിൽ പോലും സുധാകരന് സ്വാധീനമുണ്ട്. സുധാകരന്റെ അനുകൂലികൾ ആദ്യം രംഗത്തിറങ്ങിയത് KPC അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെയാണ്. പേരാവൂരിൽ അദ്ദേഹത്തെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സുധാകരൻ ഒരു വിമത ഭീഷണി അല്ലെങ്കിൽ സുധാകരൻ ഒരു അസംതൃപ്തനായി തുടരുന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഏത് വിധേനയും സുധാകരനെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങളുണ്ട്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാവുന്ന കാര്യം ഇനിയുള്ള മണിക്കൂറിൽ മാത്രമേ അറിയാൻ കഴിയൂ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കെ സുധാകരനെ അനുനയിപ്പിച്ച് നിർത്തുക എന്നുള്ളത് ദുഷ്കരമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് എളുപ്പത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. എന്നാലും കെ സുധാകരനും അടൂർ പ്രകാശും സീറ്റ് ലഭിക്കാൻ ഇടയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും മല്ലികാർജ്ജുൻ ഖാർഗെ അത്തരത്തിൽ MP-മാർക്ക് സീറ്റ് കൊടുക്കേണ്ടതില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അരുൺ, ഈ ഒപ്പം തന്നെ ഈ MP-മാർക്ക് സീറ്റ് കൊടുക്കാത്ത സാഹചര്യം ഇനി മറ്റ് ചില മണ്ഡലങ്ങളിലെ പ്രശ്നങ്ങൾ കൂടിയുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് പെരുമ്പാവൂര്. അപ്പോൾ ഈ ഇടങ്ങളിലൊക്കെ ഒരു കൂടുതൽ സ്ഥാനാർത്ഥികളുടെ ഓപ്ഷൻ ഉള്ളയിടത്ത് അത് ഹൈക്കമാൻഡ് നേരിട്ട് തീരുമാനമെടുക്കുമെന്നാണോ? പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള സീറ്റുകൾ ഹൈക്കമാൻഡ് പൂർണ്ണ തീരുമാനത്തിന് വിട്ടിരിക്കുകയാണ്. അവിടെ എൽദോസ് കുന്നപ്പള്ളിൽ ഇപ്പോഴും സീറ്റിനായി രംഗത്തുണ്ട്. താൻ മത്സരിച്ചാൽ വലിയ ഭൂരിപക്ഷം ജയിക്കുമെന്നാണ് കുന്നപ്പള്ളിൽ അവകാശപ്പെടുന്നത്. മാത്രമല്ല അവിടെ സഭാ നേതൃത്വം എൽദോസിന് വേണ്ടി കോൺഗ്രസ് നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട്. പക്ഷേ ഒരു കാരണവശാലും അവിടെ എൽദോസ് കുന്നപ്പള്ളിയെ മത്സരിപ്പിക്കാൻ കഴിയില്ല നിലപാടാണ് നേതൃത്വം സ്വീകരിക്കുന്നത്. അത് തിരിച്ചടി ഉണ്ടാക്കും. മാത്രമല്ല കുന്നപ്പള്ളിയെ മത്സരിപ്പിച്ചാൽ ഷിയാസിന് സീറ്റ് ലഭിക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ തർക്കങ്ങൾ കൂടി അതിന്റെ ഭാഗമായുണ്ട്. പക്ഷേ അങ്ങനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ കുന്നപ്പള്ളിയിൽ എടുക്കാൻ പോകുന്ന നിലപാടും കുന്നപ്പള്ളിയെ അനുകൂലിക്കുന്ന സഭാ നേതൃത്വം എടുക്കുന്ന നിലപാടും ഒക്കെ കോൺഗ്രസിന് തലവേദനയാകുമെന്ന് ഉറപ്പാണ്. പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള 6 സീറ്റുകൾ തീരുമാനം ഇപ്പോൾ ഹൈക്കമാൻഡ് വിട്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ പട്ടിക വരുമ്പോൾ നേതാക്കൾ പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു സമവായത്തിൽ ഊന്നിയുള്ള പട്ടിക പുറത്തു വരുന്നത്? അല്ലെങ്കിൽ ഈ പട്ടിക പുറത്തു വന്നാൽ അത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സാധ്യതകളെ തുടർഭരണം അവസാനിപ്പിക്കാം, ഭരണം തിരിച്ചുപിടിക്കാൻ വലിയ പ്രതീക്ഷയിലാണ് ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലേക്ക് കോൺഗ്രസ് ഇറങ്ങിയത്. പക്ഷേ ആ പ്രതീക്ഷകൾക്കൊക്കെ മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള ഉൾപാർട്ടി പ്രശ്നങ്ങളാണ്, സീറ്റുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് കോൺഗ്രസിനെ ഇപ്പോൾ വലയ്ക്കുന്നത്. കെ സുധാകരനും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ള നേതാക്കൾ, ഒരുപക്ഷെ അടൂർ പ്രകാശ് എന്ത് ചോദിച്ചതുപോലെ ഒരു പരസ്യ പ്രതികരണത്തിനൊന്നും തയ്യാറായേക്കില്ല. പക്ഷേ കെ സുധാകരൻ അങ്ങനെയല്ല. എൽദോസ് കുന്നപ്പള്ളിലും പാർട്ടിയുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ നിൽക്കുമ്പോൾ കാര്യത്തിൽ സംശയമുണ്ട്. അദ്ദേഹം പ്രതികരണമൊക്കെ ആ രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പുറത്തു വന്നത്. അത് കോൺഗ്രസിനെ വല്ലാത്ത രീതിയിൽ അലട്ടുമെന്ന് ഉറപ്പാണ്. റൈറ്റ്, ഉറപ്പായിട്ടും. അതുപോലെ തന്നെ ആയിരിക്കും കൊച്ചിയിലും. എനിക്ക് തോന്നുന്നു മുഹമ്മദ് ഷിയാസിന്റെ പേരാണ് കൂടുതൽ കേൾക്കുന്നത്. പക്ഷേ അവിടെ ദീപ്തി മേരി വർഗീസിനും വേണ്ടിയും സമ്മർദ്ദമുണ്ട്. എന്താണെന്നുള്ളതൊക്കെ ആ പട്ടിക വരുമ്പോൾ മാത്രമേ വ്യക്തമാകൂ. വി അരുണാണ് തിരുവനന്തപുരത്ത് നിന്നും ചേർന്നത്. ഇനി
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റില്ലെങ്കിൽ കെ സുധാകരന്റെ അടുത്ത നീക്കം എന്താകും? അത് ആകാംക്ഷ നിറയുന്ന ചോദ്യമാണ്. സീറ്റ് കിട്ടിയില്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള കടുത്ത തീരുമാനത്തിലേക്ക് സുധാകരൻ എത്തുമോ എന്നുള്ളതാണ്. അങ്ങനെയാണ് സുധാകരൻ അനുകൂലികൾ പറയുന്നത്. സുധാകരനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ സണ്ണി ജോസഫിന് വോട്ടില്ല എന്നുള്ള ഒരു ക്യാമ്പയിനും പ്രവർത്തകർക്കിടയിൽ സജീവമാണ്. കെ വി ബൈജു കൂടുതൽ വിവരണം നൽകും. ബൈജു, സുധാകരനെ ഇടഞ്ഞു പോയാൽ സുധാകരനെ തളക്കുക എളുപ്പമല്ല. സുധാകരനെ പിടിച്ചു നിർത്തുക നേതൃത്വത്തിന് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ എന്താണ് സാധാരണ പ്രവർത്തകരുടെ ഒരു പൊതുവികാരം? എന്താണ്? കെ സുധാകരൻ MP ആണ്, പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ള ഒരു പൊതുവികാരം തന്നെയാണോ അവിടെ വരുന്നത്? എൽദോ, കെ സുധാകരനെ ഇന്നലെ രാത്രി ഏറെ വൈകിയും മത്സരിപ്പിക്കും എന്ന രീതിയിലായിരുന്നു പ്രവർത്തകർക്കൊക്കെ ലഭിച്ച വിവരമെങ്കിൽ അതെല്ലാം അസ്ഥാനത്തായിരിക്കുന്നു. രാത്രി ഏറെ വൈകി ദില്ലിയിൽ നടന്ന ചർച്ചയിൽ സുധാകരന് സീറ്റില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതായത് MP-മാർ മത്സരിക്കേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ അധ്യായം അവിടെ അടയുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെയെങ്കിൽ എൽദോ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ അണികളുള്ള ഒരു ജില്ലയാണ് കണ്ണൂര്. മാത്രമല്ല ഇന്നലെ നമ്മൾ കണ്ടതാണ്, ഇന്നലെ രാത്രിയൊക്കെ പന്തം കൊളുത്തി പ്രകടനമൊക്കെ സുധാകരനെ അനുകൂലിച്ചുകൊണ്ട് വലിയ തോതിൽ DCC ഓഫീസിന് മുന്നിലൊക്കെ അത്തരത്തിലുള്ള വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം പേരാവൂരിലാണ് വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നത് കോൺഗ്രസിനെ എന്ന് വേണം പറയാൻ. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് വോട്ടില്ല, അതായത് സുധാകരനെ മത്സരിപ്പിക്കുന്നില്ലെങ്കിൽ സണ്ണി ജോസഫിന് വോട്ടില്ല, അത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ സജീവമായിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു വലിയ തലവേദനയായി മാറിയിരിക്കുന്നത് പയ്യന്നൂരാണ്. പയ്യന്നൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തണമെന്നൊരു ആവശ്യവുമായി പ്രവർത്തകർ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ ഈ സുധാകരന് സീറ്റ് നൽകാതുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിന്മേൽ ഉടലെടുത്ത പ്രശ്നങ്ങളാണ്, അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ്. ഒരു പക്ഷേ സുധാകരൻ എന്ന ഇത്രയും വലിയ അധികാരൻ വിചാരിച്ചാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉയരാതെ വളരെ സമാധാനത്തോടുകൂടി കോൺഗ്രസിന് ഈ സീറ്റുകളിലെല്ലാം അവർക്ക് കണക്കൂട്ടൽ പ്രകാരം മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതെല്ലാം പാളിയിരിക്കുന്നു. സമവായ ചർച്ചകൾ പാളിയിരിക്കുന്നു. സുധാകരന് സീറ്റില്ല എന്ന് മാത്രമല്ല, VD സതീശന്റെ നോമിനിയായ TO മോഹനെയാണ് കണ്ണൂരിൽ മത്സരിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതും വലിയ തോതിൽ പ്രതിഷേധത്തിനിടയാക്കും. ഏതായാലും വലിയ പൊട്ടിത്തെറി ഇന്ന് ഉണ്ടായേക്കാം, പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായേക്കാം. സുധാകരനെ അനുകൂലിച്ചുകൊണ്ട് വലിയ തോതിൽ ആളുകൾ രംഗത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം. കാരണം DCC പ്രസിഡന്റ് ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ പിന്തുണ സുധാകരനാണ്. അതുകൊണ്ട് തന്നെ ഏത് വിധത്തിലായിരിക്കും ഈ പ്രതിഷേധം ഉണ്ടാകുക എന്ന് പറയാൻ വയ്യ. അത്രത്തോളം പ്രവർത്തകരുടെ ഇടയിൽ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഈ സുധാകരന് വേണ്ടി വലിയ തോതിൽ ക്യാമ്പയിൻ നടക്കുന്ന സാഹചര്യമുണ്ട്. പോസ്റ്ററുകൾ ജില്ലയുടെ പല ഭാഗത്തു നിന്നും സുധാകരനെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ വരുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം നിലനിൽക്കെ സുധാകരന് സീറ്റില്ല എന്ന കാര്യത്തിൽ ഒരു തീരുമാനം വരുന്നു. അതായത് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഒരുപക്ഷെ 10 മണിയോടുകൂടി തന്നെ പുറത്തു വന്നേക്കാം. അതിനുശേഷം ഏത് രീതിയിലായിരിക്കും കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയം, സുധാകരനെ സ്വതന്ത്ര സ്ഥാനാർത്ഥി നിൽക്കുന്ന സാഹചര്യമൊക്കെ വരുമ്പോഴും അത് KPCC പ്രസിഡന്റ് വരെ സ്ഥാനാർത്ഥിത്വത്തെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വരാം. ഏതായാലും ഇതിൽ മുതലെടുക്കാൻ LDF-ഉം വലിയ തോതിലുള്ള ശ്രമം നടത്തുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ TK ഗോവിന്ദന്റെ പ്രതികരണവും ആ നിലപാടുമൊക്കെ വലിയ തോതിൽ പ്രതിരോധത്തിലായിരുന്നു. അതിനെ മറികടക്കുന്ന രീതിയിൽ ഒരു വീണ് കിട്ടിയ ആയുധം അത് കൃത്യമായി ഉപയോഗിക്കുന്നു എന്ന് വേണം പറയാൻ. ഏതായാലും സുധാകരനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഇന്ന് സുധാകരൻ എടുക്കുന്ന, അല്ലെങ്കിൽ സുധാകരൻ ഒരു പക്ഷേ മാധ്യമങ്ങളെ കണ്ടേക്കാം. ഏതായാലും കണ്ണൂരിലേക്ക് സുധാകരൻ എത്തിയിട്ടില്ല. ഏതായാലും സുധാകരന്റെ നീക്കങ്ങൾ ഇനി എന്ത്, അത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതും. എൽദോ, ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കേണ്ടി വരികയും ചെയ്യും. സുധാകരന്റെ അടുത്ത നീക്കം എന്താണ് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. സുധാകരന്റെ നീക്കത്തിനായി എന്താണ് പട്ടിക വരട്ടെ, പട്ടിക പ്രഖ്യാപനം വരുമ്പോൾ സുധാകരൻ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെ പ്രതീക്ഷയോട് തന്നെ നോക്കേണ്ടിയും വരും. ഇനി ധർമ്മടം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാവിലെ 11-ന് തലശ്ശേരി രജിസ്ട്രാർ ഓഫീസിലാണ് പിണറായി പത്രിക നൽകുക. പത്തനാപുരത്തെ ഗാന്ധിഭവൻ അധികൃതരാണ് മുഖ്യമന്ത്രിക്ക് കെട്ടിവെക്കാനുള്ള തുക നൽകിയിരിക്കുന്നത്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ആദ്യത്തെ സ്ഥാനാർത്ഥിയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സുമേഷ് മൊറാഴ ചേരുന്നു. സുമേഷ്, എപ്പോഴാണ് മുഖ്യമന്ത്രി എത്തുക? പ്രധാനപ്പെട്ട നേതാക്കളൊപ്പം ഉണ്ടാവുക?
തവണയും തുടർ ഭരണം ലക്ഷ്യമിട്ട് ഇടതുമുന്നണിയെ നയിക്കുന്ന പിണറായി വിജയൻ ഇത്തവണയും മത്സര രംഗത്താണ്. ധർമ്മട മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് ഇത്തവണയും ജനവിധി തേടുന്നത്. ഇത് 3-ാം തവണയാണ് പിണറായി വിജയൻ ധർമ്മട മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നത്. ഇന്ന് 11 മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പിക്കും. തലശ്ശേരി ജില്ലാ രജിസ്ട്രാർ ഓഫീസിലാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. LDF നേതാക്കൾക്കൊപ്പം അതുപോലെ തന്നെ 100 കണക്കിന് പാർട്ടി പ്രവർത്തകരോടൊപ്പം പ്രകടനമായി ആയിട്ടായിരിക്കും പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ നേടിയ ഭൂരിപക്ഷം എത്രയാണോ അതിൽ നിന്ന് 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിട്ടയായ സംഘടനാ പ്രവർത്തനമാണ് ഈ മണ്ഡലത്തിൽ ഇതുവരെയും നടന്നു വരുന്നത്. മിനിഞ്ഞാന്നും അതുപോലെ തന്നെ ഇന്നലെയും നടന്ന മണ്ഡല കൺവെൻഷനിലും 100 കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചിട്ടയായ പ്രവർത്തനം ഇതിനകം തന്നെ മണ്ഡലത്തിൽ നടന്നു വരികയാണ്. ഇന്ന് നാമനിർദ്ദേശ പത്രികയോടൊപ്പം കെട്ടിവെക്കാനുള്ള കാശ് നൽകുന്നത് ഈ പത്രാപുരം ഗാന്ധി ഭവന്റെ അന്തേവാസികളാണ്. അവർ ഇന്നലെ നടന്ന ഈ മണ്ഡലം കൺവെൻഷനിൽ വെച്ച് അതിന്റെ ഭാരവാഹികൾ ഈ കൺവെൻഷനിൽ വെച്ച് തന്നെ പൈസ കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇന്ന് 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. എൽദോ. ശരി സുമേഷ്. അബ്ദുറഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗിൽ തുടരും. പാണക്കാടെത്തി അബ്ബാസ് അലി ശിഹാബ് തങ്ങളുമായും മുനവ്വറലി ശിഹാബ് തങ്ങളുമായും കൂടിക്കാഴ്ച നടത്തി. CV അനുമോദ് ചേരുന്നു. അനുമോദ്, എങ്ങനെയാണ് രണ്ടത്താണിയെ പിടിച്ചു നിർത്തുന്നത്? രണ്ടത്താണിയെ ഏത് തരത്തിലാണ് അനുനയിപ്പിച്ചത്? ഗുഡ് മോർണിംഗ് എൽദോ. ഇന്നലെ നമ്മൾ ഏറ്റവും അധികം വാർത്തയായത് അല്ലെങ്കിൽ ഏറ്റവും അധികം ചർച്ച ചെയ്തത് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ പ്രതിഷേധവും അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് പോകാനുള്ള സാധ്യതകളുമാണെങ്കിൽ ഇന്നലെ രാത്രിയോടെ അതിന് ഒരു ക്ലൈമാക്സ് ആയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയുവാൻ. രാത്രി 11 മണിയോടെ അദ്ദേഹം പാണക്കാടെത്തി അബ്ബാസ് അലി ശിഹാബ് തങ്ങളുമായും മുനവ്വറലി ശിഹാബ് തങ്ങളുമായും കൂടിക്കാഴ്ച നടത്തി. മുസ്ലിം ലീഗ് തുടരാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് തിരൂരിലെ PMA സമീറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ചുള്ള അദ്ദേഹത്തിന്റെ ആ നിലപാട് അദ്ദേഹം മയപ്പെടുത്തുന്നു. അദ്ദേഹത്തെ പാർട്ടിയുമായി മുന്നോട്ട് പോകാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തെ പാർട്ടി പിടിച്ചു നിർത്തിയതാണോ അദ്ദേഹം സ്വയം പാർട്ടിക്ക് വശംബദ്ധനായണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പാർട്ടി ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ പിടിച്ചു നിർത്താനുള്ള വലിയ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രതിഷേധത്തിൻ്റെ അല്ലെങ്കിൽ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലാണ് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കിയത്. പക്ഷേ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി, അതായത് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. പക്ഷേ പാണക്കാടെത്തിയ അബ്ബാസ് അലി തങ്ങളുമായും മുനവ്വറലി തങ്ങളുമായും കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം തൻ്റെ നിലപാട് മയപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണെങ്കിലും ഇന്ന് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നുള്ളത് രാവിലെ നമുക്കറിയാൻ കഴിയും. ഒരു 8:30 അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർട്ടിയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരാലോചനയിൽ തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അദ്ദേഹം ആവശ്യപ്പെട്ട തിരുവരങ്ങാടി സീറ്റ് ഒരുപക്ഷെ നൽകാനാകില്ല എന്ന് തന്നെയാണ് ഇടതുപക്ഷം വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം CPM-ന് CPI മത്സരിക്കുന്ന തിരുവരങ്ങാടി സീറ്റ് ഏറ്റെടുത്ത് കൊടുക്കാൻ കഴിയുന്നൊരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. കാരണം തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി നിൽക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം സ്ഥാനാർത്ഥിയെ മാറ്റി മറ്റൊരാളെ കൊണ്ടുവരിക എന്നുള്ളത് ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്, അതായത് CPI-യുടെ കയ്യിലുള്ള സീറ്റ് ആയതുകൊണ്ട് തന്നെ CPM-നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല എന്നതുകൂടി ഒരു ഘടകമാണ്. എന്താണെങ്കിലും ലീഗിനെ സംബന്ധിച്ച് അബ്ദുറഹ്മാൻ രണ്ടത്താണി ഒരു ഭീഷണിയായിട്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പോൾ പൂർണ്ണമായിട്ടും വഴങ്ങി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നുള്ള തരത്തിലാണോ ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ടോ രണ്ടത്താണി രാവിലെ? അദ്ദേഹം അറിയിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ അദ്ദേഹത്തെ കാണാൻ പോവുകയാണ്. എന്താണെങ്കിലും ഇന്നലെ രാത്രി ഉണ്ടായ ഒരു സംഭവവികാസം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ട് അദ്ദേഹം പ്രതികരിക്കുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. ഒരുപക്ഷെ പാർട്ടിയുടെ നിയന്ത്രണങ്ങൾ ഉണ്ടോ എന്നുള്ളതും വ്യക്തമാകേണ്ടതുണ്ട്. അദ്ദേഹത്തെ ഫോണിൽ ലഭിച്ചിട്ടില്ല. നമ്മൾ രാവിലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ലഭിക്കുമെന്നൊരു കണക്കുകൂട്ടൽ തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിനെ കാണാൻ പോകുന്നത്. ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു സമയത്തുണ്ടാകുന്ന മറ്റ് കൂടുതൽ പാർട്ടിയെ കുഴപ്പത്തിലാക്കാതിരിക്കാൻ ഒരുപക്ഷെ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ളൊരു കെയറും ഒരു ശ്രദ്ധയും ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച് മറ്റൊരു അനുബന്ധമായിട്ട് നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അബ്ദുറഹ്മാൻ രണ്ടത്താണി താനൂരിൽ മത്സരിക്കുകയാണെങ്കിൽ തിരൂരിലേക്ക് മാറാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു V. അബ്ദുറഹ്മാൻ. പക്ഷേ അക്കാര്യത്തിൽ ഇപ്പോൾ ഒരു
അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. വി അബ്ദുറഹ്മാൻ ഒരുപക്ഷെ താനൂരിൽ തന്നെ തുടർന്നേക്കുമെന്ന തരത്തിലാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാരണം താനൂരിൽ അനുയോജ്യനായിട്ടുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം കൂടി അവിടെ നിലവിലുണ്ട്. നേരത്തെ UDF തന്നെ ഏതെങ്കിലും ആ മേഖലയിൽ സ്വാധീനമുള്ള ഒരു പ്രമുഖ നേതാവിനെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ അദ്ദേഹവുമായി അടുപ്പമുള്ള ആളുകളെ കൊണ്ടുവരാനോ ഒക്കെയായിരുന്നു LDFന്റെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ നടന്നിരുന്നത്. അങ്ങനെ ശ്രമങ്ങൾ നടന്നാൽ മാത്രം വി അബ്ദുറഹ്മാനെ തിരൂരിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനവും എടുത്തിരുന്നു. പക്ഷേ താനൂരിലേക്ക് പകരം ഒരാളെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ അതിപ്പോൾ സാധ്യമാകാത്ത സാഹചര്യത്തിലേക്ക് എത്തിയതുകൊണ്ട് വി അബ്ദുറഹ്മാൻ തന്നെ താനൂരിൽ തുടരാൻ നയിക്കും എന്ന തരത്തിലാണ് ലഭ്യമാകുന്ന വിവരം. തിരൂരിൽ മറ്റൊരു പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാനുള്ള ആലോചനയിലാണ് ഇപ്പോൾ CPM ഉള്ളതും. ശരി, എന്തായാലും വിയോജിപ്പുകളും പ്രശ്നങ്ങളൊക്കെ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുകയാണെന്ന് തോന്നുന്നു. അബ്ദുറഹ്മാൻ രണ്ടത്താണി ഇന്നലെ പാണക്കാടെത്തി. പാണക്കാട് തങ്ങൾമാരെ കണ്ട് പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങളെത്തി എന്നാണ് മനസ്സിലാകുന്നത്. മുസ്ലിം ലീഗിൽ തന്നെ തുടരും എന്നുള്ളതാണ്. അല്പസമയത്തിനകം കൂടുതൽ പ്രതികരണം അദ്ദേഹം നൽകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. CV അനുമോദ് കാര്യങ്ങൾ നോക്കുന്നു. BJP രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നുണ്ടാകും. 47 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇതുവരെ പ്രഖ്യാപിച്ചത്. കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിച്ചേക്കും. MT രമേശ് മത്സരിക്കില്ല. തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ ആശാനാഥ് അടൂരിൽ മത്സരിക്കാമെന്നുള്ള നിർദ്ദേശം ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ചിറയൻകീഴാണ് ആശാനാഥ് മത്സരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ NDA നിർണായക ശക്തിയായി മാറുമെന്ന് K സുരേന്ദ്രൻ. സംസ്ഥാനത്ത് 35 സീറ്റുകളിൽ NDA മുന്നണിക്ക് വിജയിക്കാൻ കഴിയും. NDA അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ അത് ഇത്തവണ അതിശോക്തിയോ ട്രോളോ അല്ല. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയുമെന്നും സുരേന്ദ്രൻ ന്യൂസ് 18 പറഞ്ഞു. K സുരേന്ദ്രന്റെ വരവോടുകൂടി മഞ്ചേശ്വരം മണ്ഡലം ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമായി മാറിയിരിക്കുന്നു. ഇത്തവണ വലിയ വിജയപ്രതീക്ഷയിലാണ് BJP ഉള്ളത്. കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കും എന്ന തരത്തിലുള്ള പ്രചരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത്. K സുരേന്ദ്രൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ഇപ്പോൾ ഏറ്റവും കേരളത്തിൽ തന്നെ ഗ്ലാമർ മത്സരം നടക്കുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. എങ്ങനെയാണ് ഇപ്പോൾ മഞ്ചേശ്വരത്ത് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ എന്നെ തോൽപ്പിക്കണം എന്നുള്ള നിലയിൽ ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. അതാണ് ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അതായത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഞങ്ങൾക്ക് 10,000 12,000 വോട്ടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴും BJP അക്കൗണ്ട് തുറക്കരുത്, അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് നിന്ന് ഒരാൾ BJP ടിക്കറ്റിൽ ജയിക്കരുത് എന്നുള്ള വലിയൊരു പ്രചാരണം LDFും UDFും ഒരുമിച്ച് നിന്ന് നടത്തിയിരുന്നു. പക്ഷെ കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ കാണുന്നത് അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. കാരണം അത് അവരവരുടെ അനുഭവങ്ങളാണ്. 10 വർഷം മുമ്പ് ഞങ്ങൾക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ അവിടെ ദില്ലിയിലുള്ളത് കൊണ്ട് എന്നുള്ള ഒരു വിചാരം, യാഥാർത്ഥ്യബോധം വോട്ടർമാർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് BJPയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്നുള്ള LDFിൻ്റെയും UDFിൻ്റെയും നിഗൂഢമായ ലക്ഷ്യത്തെ പരാജയപ്പെടുത്താൻ വോട്ടർമാർ തന്നെ തയ്യാറാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതാണ് ഞങ്ങൾക്ക് നൽകുന്ന വർദ്ധിച്ച ആത്മവിശ്വാസത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ SIRുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങളൊക്കെ UDF മുസ്ലിം ലീഗ് പ്രത്യേകിച്ച് ഉയർത്തുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഒന്നുമില്ല. കാരണം കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ് പൊളിറ്റിക്കൽ പാർട്ടികൾ ഡിലീഷൻ ആപ്ലിക്കേഷൻ നൽകിയ മണ്ഡലം മഞ്ചേശ്വരമാണ്. ഈ പറയുന്ന ആരോപണം ശരിയായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ അപേക്ഷ കൊടുക്കേണ്ട സ്ഥലവും മഞ്ചേശ്വരമായിരുന്നു. ആകെ 124 ഡിലീഷൻ ആപ്ലിക്കേഷൻസ് മാത്രമാണ് ഈ മണ്ഡലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ 90 എണ്ണം നൽകിയത് UDF തന്നെയാണ്. അതൊരു കള്ളപ്രചരണമാണ്. ഇത്തവണ ന്യൂനപക്ഷ സഹോദരന്മാർ ധാരാളമായിട്ട് മാറി ചിന്തിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് സുതാര്യമായിട്ടുള്ളൊരു നിലപാടാണ്. പിന്നെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവിടെ എല്ലാവരെയും അറിയാം. എൻ്റെ ജീവിതം എന്താണെന്നും ഈ മണ്ഡലത്തിലാണ് വലിയ കള്ളക്കേസുകൾ കഴിഞ്ഞ തവണ വന്നത്. എല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ട് മാറുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഏറ്റവും വലിയ ആക്ഷേപം BJPയെ തോൽപ്പിക്കാൻ CPM കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതാണ്. ഇപ്രാവശ്യം KR ജയന്റെയാണ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. അത്തരം നീക്കങ്ങൾ ഉണ്ടായാൽ അതിനെ മറികടക്കാനുള്ള തന്ത്രം അത് BJP അല്ലാതെ അവരുടെ അണികൾ തന്നെ മറികടക്കാൻ തുടങ്ങിയല്ലോ. ഞങ്ങളിപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിൽ LDFിലെ ധാരാളം വോട്ടർമാർ അവർ തന്നെ പരസ്യ രംഗത്ത് വന്നല്ലോ ഇത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ളത്. ആർക്കും തോന്നാവുന്നതല്ലേ ഉള്ളൂ. കാരണം ജയാനന്ദയെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി അവരുടെ പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർന്നിരിക്കുകയാണ്. കാരണം ഇത് ഈ UDFിനെ സഹായിക്കാനാണെന്നുള്ളത് പ്രചാരണം നടത്തേണ്ട. ഞങ്ങളങ്ങനെ പ്രചാരണം നടത്തുന്നില്ല. പ്രചാരണം നടത്തേണ്ട കാര്യമില്ല. കാരണം അണ്ടർസ്റ്റുഡാണ്. ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ 35 സീറ്റിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് അങ്ങ് പറഞ്ഞിരുന്നത്. എങ്ങനെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രതീക്ഷ? 5 വർഷം മുമ്പ് ഞാൻ പറഞ്ഞ സത്യമാണെന്ന് ഇപ്പോൾ എല്ലാവരും സമ്മതിക്കുന്നില്ലേ?
35 സീറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു കൊട്ടക്കണക്ക് പറഞ്ഞതല്ല. 35 സീറ്റിൽ അത്രയും അടിത്തറ BJPക്ക് ഉള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇത്തവണ കുറേ കൂടി അത് യാഥാർത്ഥ്യമായി. ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും. കേരളത്തിൽ MP ഉണ്ടായി, കോർപ്പറേഷൻ മേയർ ഉണ്ടായി, ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ള ഞാൻ അന്ന് പറഞ്ഞിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. 30-35 സീറ്റുകളിൽ ഞങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു മുന്നണിക്കും പോകാനില്ല. അത്ര ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് സംസ്ഥാനം നടക്കുന്നത്. NDA ഇത്തവണ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ അതിലൊരു അതിശയോക്തിയോ ട്രോളോ ഇല്ല. ഇത്തവണ അന്നുണ്ടായിരുന്നു. അന്ന് ഞാനത് പറഞ്ഞപ്പോൾ ഏതാണ് ഈ 35 എന്താണ്, പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴും തോറ്റപ്പോഴും ആ 35 സീറ്റിൽ ഞങ്ങൾ നിർണായകമാണ്. ഞങ്ങൾക്കിപ്പോൾ 35,000-നും 65,000-നും ഇടയിലുള്ള അത്രയും സീറ്റുകളുണ്ട്. അത് വെറുതെ ഞാൻ പറഞ്ഞതല്ല. ലോക്സഭ കഴിഞ്ഞപ്പോൾ 9 സ്ഥലത്ത് ഞങ്ങൾ 11 സ്ഥലത്ത് ഞങ്ങൾ 1-ാം സ്ഥാനത്തായി, 9 സ്ഥലത്ത് ഞങ്ങൾ 2-ാം സ്ഥാനത്തായി. അത് കഴിഞ്ഞ് 15 സീറ്റുകളിൽ ഞങ്ങൾ 35,000-ൻ്റെ മുകളിൽ വോട്ട് നേടി എന്ന് പറഞ്ഞാൽ അത് ഒരു ഒന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ പരിശോധിക്കാതെ ഞാൻ പറഞ്ഞ ഒരു പൊയ് വാക്കായിരുന്നില്ല. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കേരളത്തിൽ BJP സർക്കാർ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ എതിരാളികൾക്ക് പോലും സംശയമില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങളെ തോൽപ്പിക്കാൻ പരസ്പരം വൈരം മറന്ന് ഇവരെല്ലാ സ്ഥലത്തും ഒന്നിക്കുന്നത്. LDFും UDFും രണ്ടല്ല, ഒന്ന് തന്നെയാണ് എന്നുള്ള ഞങ്ങളുടെ ക്യാമ്പയിൻ ഫലപ്രദമായി ജനങ്ങളുടെ ഇടയിൽ അത് ഏശിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ എല്ലാ പ്രചാരണങ്ങളും കാണിക്കുന്നത്. എന്താ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? സിറ്റിംഗ് MLA മാറി ഇങ്ങോട്ട്, പണ്ട് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുമായിരുന്നോ? സിറ്റിംഗ് MLA ആ പാർട്ടി വിട്ട് ഞങ്ങളുടെ മുന്നണിയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ കേരളത്തിൽ? അപ്പോൾ അത് ഒരു സൂചനയാണ്. എന്തായാലും മഞ്ചേശ്വരത്ത് തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനം സംസ്ഥാനത്ത് 35ഓളം സീറ്റുകൾ, അതായത് നേരത്തെ കാസർഗോഡ് മത്സരിക്കാനെത്തിയ സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നതാണ്, അത് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. 35 സീറ്റോളം വിജയപ്രതീക്ഷ ഉണ്ടെന്ന് തന്നെയാണ്. KB ബൈജു, News 18 കാസർഗോഡ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വിവിധ മുന്നണികൾക്കുള്ള ഉള്ളിൽ ചെങ്ങന്നൂർ സീറ്റിനെ സംബന്ധിച്ച വിവാദം പോവുകയാണ്. ജയസാധ്യതയുള്ള A-ക്ലാസ് മണ്ഡലമായിട്ടും ചെങ്ങന്നൂരിൽ ദുർബലനായ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയത് LDF സ്ഥാനാർത്ഥി സജി ചെറിയാനെ സഹായിക്കാനാണ് എന്ന ആരോപണം ശക്തമാണ്. മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള ബാബു പ്രസാദിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുന്നതിലും അമർശമുണ്ട്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 9 പഞ്ചായത്തുകളിൽ 5 പഞ്ചായത്തും BJP പിടിച്ചെടുത്തിരുന്നു. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങൾക്കും. ശരണ്യ, എങ്ങനെയാണ് ഇത് വലിയ തോതിൽ അത് ചർച്ചയാവുന്നുണ്ടോ? എങ്ങനെയാണ് ഇതിനെ സാധാരണക്കാർ ജനങ്ങൾ കാണുന്നത്? എൽദോ, ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട NDA പ്രധാന പരിഗണനയിൽ, അതായത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വളരെയധികം വോട്ട് നേടാൻ കഴിഞ്ഞ 2 മണ്ഡലങ്ങളിലൊന്നാണ് ചെങ്ങന്നൂർ മണ്ഡലവും ഒപ്പം കായംകുളം മണ്ഡലവും. ഈ രണ്ടിടത്തെയും സ്ഥാനാർത്ഥി നിർണയവും ഒപ്പം തന്നെ അവിടുത്തെ പരിഗണനയുമാണ് ഇപ്പോൾ വലിയ ആരോപണങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുന്നത്. ചെങ്ങന്നൂരിൽ നേരത്തെ പരിഗണിച്ചിരുന്നത് സന്ദീപ് വചസ്പതിയായിരുന്നു. സന്ദീപ് വചസ്പതിയാണ് ഈ BJPയുടെ ആലപ്പുഴയിലെ തെക്കൻ വിഭാഗത്തിൽ ചുമതല ഉണ്ടായിരുന്ന ആളാണ്. സന്ദീപ് അവിടെ ചുമതല എടുത്തതിനു ശേഷം പിന്നീട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതായത് ചെങ്ങന്നൂർ എന്ന് പറയുന്നത് BJPയുടെ A-ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് എന്നുള്ളതാണ്. അത് കണക്കുകൾ വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴും അത് അങ്ങനെ തന്നെയായിരുന്നു. കാരണം ശ്രീധരൻപിള്ളയൊക്കെ മത്സരിച്ച സമയത്ത് 42,000-ഓളം വോട്ടുകൾ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വലിയ മത്സരം കാഴ്ചവെച്ച ഇടമാണ് ചെങ്ങന്നൂര്. അതുകൊണ്ട് തന്നെ A-ക്ലാസ് മണ്ഡലം എന്ന് പറയുമ്പോഴും പിന്നീട് അവിടെ വരുന്ന സ്ഥാനാർത്ഥികൾ ദുർബലന്മാരാണ് എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. അത് സജി ചെറിയാനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള ആക്ഷേപം ഇപ്പോൾ പരക്കെ BJP പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. സന്ദീപിനെ ചെങ്ങന്നൂരിൽ നിന്നും, അതായത് ഇത്രയും കാലം അവിടെ പ്രവർത്തിച്ചിരുന്ന സന്ദീപിനെ ചെങ്ങന്നൂരിൽ നിന്നും ഹരിപ്പാടേക്ക് മാറ്റി എന്നുള്ളതാണ്. അവിടെ നേരത്തെ BJPയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന ഗോപകുമാറിനെ അവിടേക്ക് സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സന്ദീപ് ചുമതല ഉണ്ടായിരുന്ന സമയത്താണ് അവിടെ 9 പഞ്ചായത്തുകൾ, അത് ഞെട്ടിക്കുന്ന ഒരു കണക്കായിരുന്നു. സംസ്ഥാനത്ത് തന്നെ ഇത്രയധികം പഞ്ചായത്തുകൾ പിടിച്ചൊരു മണ്ഡലമില്ല. അതായത് 9 പഞ്ചായത്തുകളിൽ 5 പഞ്ചായത്തുകൾ BJP ഭരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. അപ്പോൾ അത്രയധികം വോട്ടുകൾ അവർക്ക് അവിടെ പിടിക്കാൻ കഴിഞ്ഞു. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോടെ വലിയൊരു അട്ടിമറി വിജയം അവർക്ക് അവിടെ കൈവരിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. അവിടെയാണ് താരതമ്യേന ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ BJP ഉപയോഗിച്ചു എന്നുള്ള ആക്ഷേപം വരുന്നത്. സന്ദീപ് വചസ്പതിയെ എന്തുകൊണ്ട് അവിടെ നിന്നും, അതായത് അവിടെ ദീർഘകാലമായി പ്രവർത്തിക്കുകയും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സന്ദീപിനെ ഹരിപ്പാടേക്ക് മാറ്റി എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അതോടൊപ്പം
അപ്പം ഇപ്പോൾ ഹരിപ്പാടും അത്തരത്തിലൊരു വലിയ വെല്ലുവിളി ഉയർത്താൻ രമേശ് ചെന്നിത്തല മത്സരിക്കുന്നിടത്ത് ഒരുപക്ഷെ സന്ദീപിന് കഴിയില്ല. പക്ഷേ തുടർച്ചയായി അവരെ ഒരു BJP പ്രവർത്തകരെ അടക്കം ഏകോപിപ്പിച്ച് താഴെത്തട്ടിലടക്കം പ്രവർത്തനം കൊണ്ടുവന്ന് ഒരു മത്സരത്തിലേക്ക് കൊണ്ടുവന്ന ഒരാളെ എന്തുകൊണ്ട് മാറ്റി എന്നുള്ളതാണ് ആക്ഷേപം ഉയർന്നത്. എന്തായാലും അത് ആ വിവാദം BJPയിൽ പുകയുകയാണ്. ഗോപകുമാർ അത്ര വിജയ സാധ്യതയുള്ള അല്ലെങ്കിൽ വോട്ട് പിടിക്കാൻ കഴിയുകയോ ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നു. ഇതേ അവസ്ഥ തന്നെ UDF-ലുമുണ്ട്. UDF-ൽ ആദ്യം ബിനു ചുള്ളിയൽ അടക്കമുള്ള ആളുകളുടെ പേരുകൾ, യൂത്ത് കോൺഗ്രസ് നേതാവ് ബിനു ചുള്ളിയൽ അടക്കമുള്ള ആളുകളുടെ പേരുകൾ കേട്ടിരുന്നു. മറിയ ഉമ്മന്റെ പേര് ചെങ്ങന്നൂരിൽ കേട്ടിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി UDF-ഉം എത്തി നിൽക്കുന്നത് DCC പ്രസിഡന്റായ ബാബു പ്രസാദിന്റെ പേരിലാണ് എന്നുള്ള വിവരമാണ് നമുക്ക് അന്തിമമായി ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ ബാബു പ്രസാദും ഒരു ശക്തനായ സ്ഥാനാർത്ഥി അല്ല എന്നുള്ള ആക്ഷേപം. കാരണം മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ഒരാളാണ് ബാബു പ്രസാദ്. ബാബു പ്രസാദിനെ കൊണ്ടുവന്ന് അവിടെ മത്സരിച്ചാൽ വോട്ട് ലഭിക്കില്ല എന്നുള്ള ആക്ഷേപം ഉയർന്നിട്ട് ബാബു പ്രസാദിനെ അവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കരുത്. അതായത് സജി ചെറിയാനും രമേശ് ചെന്നിത്തലയുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ബാബു പ്രസാദിനെ പോലുള്ള ആളെ അല്ലെങ്കിൽ ആ മണ്ഡലത്തിന് യോജിക്കാത്ത ഒരാളെ അവിടേക്ക് കരുതുന്നത്. അല്ലെങ്കിൽ അവിടേക്ക് ഇപ്പോൾ അന്തിമ ലിസ്റ്റ് പുറത്തു വന്നിട്ടില്ല. പക്ഷെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ബാബു പ്രസാദിന്റെ പേരാണ് ആദ്യ പരിഗണനയിൽ എന്നുള്ള വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ ഒരാളെ അല്ല അവിടെ എടുക്കേണ്ടത് എന്നുള്ള ആക്ഷേപം. അത് സംബന്ധിച്ച് പരാതിയും ചെങ്ങന്നൂരിലെ ബാബു പ്രസാദിനെ പരിഗണിക്കരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള പരാതി വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന ആളെ യൂത്ത് കോൺഗ്രസ് നേതാവ് ലിജോ ഈരിയിലാണ് രേഖാമൂലം ദീപാദാസ് മുൻഷിക്ക് പരാതി നൽകിയിട്ടുള്ളത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ബാബു പ്രസാദിന് അവിടെ ഒരു വോട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവല്ല, അദ്ദേഹത്തിന് ഒരു കാരണവശാലും അവിടെ എത്തിക്കരുത്, UDF-ന്റെ പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇത് LDF-ഉം UDF-ഉം BJP-യും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ്. സജി ചെറിയാനെ പോലുള്ള ഒരാൾ മത്സരിക്കുന്ന ഒരിടത്ത് അവിടെ ശക്തരായ സ്ഥാനാർത്ഥിയെയാണ് ഉപയോഗിക്കേണ്ടത്. അത് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ള ചോദ്യം അന്തരീക്ഷത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിപ്പോൾ BJP-ക്കകത്തും UDF-നകത്തും പുകയുകയാണ്. സീറ്റിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, അവിടെ മുന്നണികളിൽ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളാണ് ശരണ്യ സ്നേഹജൻ പങ്കുവച്ചത് ആലപ്പുഴയിൽ നിന്ന്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായ സൈക്കിൾ റാലി സംഘടിപ്പിച്ച് ചാണ്ടിയുമ്മൻ. ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും ഒഴിവാക്കിയുള്ള പ്രചാരണമാണ് മണ്ഡലത്തിൽ നടത്തുകയെന്ന് ചാണ്ടിയുമ്മൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ലോകത്താകെ ഇന്ധന പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വാഹന പ്രചാരണം ഒഴിവാക്കുകയാണെന്നും ചാണ്ടിയുമ്മൻ UDF സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. നിങ്ങൾ പുതുപ്പള്ളിയിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥികൾക്ക് എവിടെയാണെങ്കിലും വോട്ട് ചെയ്യാൻ സഹായിക്കുക. കൈപ്പത്തി, അതുപോലെ ഓട്ടോറിക്ഷ, ഏണിച്ചിഹ്നം, നിങ്ങളുടെ വലിയൊരു വോട്ടുകൾ ഉണ്ടാവണം. UDF-ന് നിങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. കൈ തരാത്തത് എല്ലാവരും സഹായം ഉണ്ടാവും. എന്നാലും ബോർഡുകളോ പോസ്റ്ററുകളൊന്നും ഉണ്ടാകില്ല എന്നാണ് ചാണ്ടിയുമ്മൻ പറയുന്നത്. നമുക്ക് കാത്തിരിക്കാം. തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുന്നത് വരെ നമുക്ക് രാവിലെ ഒരു ഇടവേളയിലേക്ക് പോകുന്നു. വളരെ വേഗം തിരിച്ചെത്തും. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധിയെഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഫ്ലാഷ് ന്യൂസുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പുറംകാഴ്ചകളായി ഓടിമറയും.
കാഴ്ചകൾ വിശാലമായിരിക്കണം. ഒരു വശം മാത്രമല്ല, എല്ലാ വശവും നമ്മളിലേക്ക് എത്തണം. വാർത്തകളിലേക്ക്. കാസർഗോഡ് കോൺഗ്രസിൽ പൊട്ടിത്തെറി. സന്ദീപ് വാര്യരെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം. KPCCയെ അതൃപ്തി അറിയിച്ചുവെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ പറഞ്ഞു. DCC ഓഫീസിൽ നേതാക്കൾ അടിയന്തര യോഗം ചേർന്നു. പരിഗണിച്ചില്ലെങ്കിൽ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകാനാണ്. അല്ല, അതെന്തായാലും മേലെ നേതാവിനെ KPCC നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയ ശേഷം നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ പാർട്ടിയാണ് എന്തായാലും ഇതിന് വിട്ടുവീഴ്ചയില്ല. ജില്ലാ നേതാക്കന്മാരെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ച. പുറത്തുനിന്നുള്ള ഒരാൾ വേണ്ട. അതാണ് പൊതുവെ എന്തറിയോ, ഇവിടെ ഞാൻ ചെയ്തിട്ട് ഇപ്പൊ എല്ലാ പാർട്ടിയും അങ്ങനെയല്ല തീരുമാനം ഒരു സീറ്റ് മാത്രമായി മാറും. അതാണ് ഇവിടെയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയം. വിസ്മയങ്ങൾ ഉണ്ടാകുമ്പോഴേ ഈ കാലാകാലങ്ങളായി പണിയെടുക്കുന്ന കോൺഗ്രസ് നേതാക്കൾ പെരുവഴിയിലാകുകയാണോ? അങ്ങനെയില്ല, അങ്ങനെ ഒരു ഇതില്ല. പക്ഷെ എന്തായാലും ജില്ലയിൽ നിന്നുള്ള മുതിർന്ന ആളുകളെ പരിഗണിക്കണമെന്ന് ആവശ്യം. ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന K മുഹമ്മദിന് അധികാര സ്ഥാനങ്ങളോടുള്ള ഭ്രമമെന്ന് VT ബൽറാം. ഒരു വർഷത്തോളമായി പാർട്ടിയിൽ നിന്ന് അച്ചടക്ക ലംഘനം നേരിടുന്ന ആളാണ് K മുഹമ്മദ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ആരുടെയൊക്കെയോ ചട്ടുകമായി അദ്ദേഹം മാറുന്നുവെന്ന് VT ബൽറാം കുറ്റപ്പെടുത്തി. തൃത്താല മണ്ഡലം UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള VT ബൽറാമിനെതിരെയും മുൻ DCC പ്രസിഡന്റും KPCC നിർവാഹക സമിതി അംഗവുമായിട്ടുള്ള CV ബാലചന്ദ്രനെതിരെയും പരസ്യമായി നടത്തിയ വിമർശനത്തിൽ പ്രതികരിക്കുകയായിരുന്നു ബൽറാം. KPCC അംഗമല്ല. അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷത്തിലേറെ കാലമായി പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടി നേരിടുന്ന ആളാണ്. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള ആളാണ്. പാർട്ടിയുമായിട്ട് ആ നിലയിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒന്നും ബന്ധമില്ലാതെ നിൽക്കുന്ന ആളാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ സഹോദരനെ അവിടെ റിബൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ച് കോൺഗ്രസിനെതിരെയും UDFനെതിരെയും ഒരു വലിയ പ്രവർത്തനമൊക്കെ നടത്തിയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പുതുമയുള്ളതല്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന വേളയിൽ മറ്റാരുടെയൊക്കെയോ ഒരു ചട്ടുകമായി അദ്ദേഹം മാറുന്നു എന്നുള്ളതിൽ വലിയ ദുഃഖമുണ്ട്. കാരണം അദ്ദേഹവും ഞാനുമായിട്ട് വലിയ വ്യക്തിബന്ധം ഉള്ള ആളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ വരെ. ഇപ്പോൾ അദ്ദേഹത്തിന് വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ഏതായാലും ശരി, അങ്ങനെയുള്ള ഒരാൾ എന്നെക്കുറിച്ചൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ തന്നെ മനസാക്ഷിയോട് നാളെ അദ്ദേഹം മറുപടി പറയേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി പാലക്കാടിന് ദേശാടന MLA വേണ്ട എന്ന് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി NMR റസാഖ്. താൻ പാലക്കാട്ടുകാരനാണ്, പാലക്കാട്ടുകാരുടെ MLA ആയിരിക്കും. മറ്റ് രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ പുറത്തുനിന്ന് വന്നവരാണ് എന്നും NMR റസാഖ് പറഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടി സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നു. പാലക്കാടിന് സ്വന്തമായിട്ടൊരു MLA ഉണ്ടാകാൻ പോകുന്നു. പാലക്കാടിൻ്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഈ MLA സ്ഥാനാർത്ഥിത്വം സാധ്യമാകുമെന്ന് കരുതുന്നു. ദേശാടനക്കളിയല്ല ഞാൻ. ആയതുകൊണ്ട് പാലക്കാട്ടുകാർക്ക് എന്നിൽ നല്ല പ്രതീക്ഷയുണ്ട്. പാലക്കാട്ടുകാർ 100% അത് സാധ്യമാക്കി തരും. പാലക്കാടിൻ്റെ MLA ആയി അടുത്ത വർഷം സ്വതന്ത്രൻ വിജയിച്ചിരിക്കും. പരമ്പരാഗത ശക്തി കേന്ദ്രമായ ചങ്ങനാശ്ശേരി തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് UDF സ്ഥാനാർത്ഥി വിനു ജോബ്. CF തോമസിനു വേണ്ടി മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നാണ് വിനു ജോബിന്റെ പ്രഖ്യാപനം. സിറ്റിംഗ് MLAയെ തോൽപ്പിക്കുക എന്നത് ദുഷ്കരമായ കാര്യമല്ല. ഇടത് ശക്തി കേന്ദ്രമായ തൃക്കൊടിത്താനം ജില്ലാ ഡിവിഷൻ തിരിച്ചുപിടിച്ചതാണ് ആത്മവിശ്വാസമെന്നും വിനു ജോബ് ന്യൂസ് 18 പറഞ്ഞു. UDFന്റെ പരമ്പരാഗത മണ്ഡലമായ ചങ്ങനാശ്ശേരി കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥി ജോബ് മൈക്കിളിലൂടെ നഷ്ടമായി. ചങ്ങനാശ്ശേരി നഷ്ടമായി. എന്തായാലും ഇത്തവണ അത് തിരിച്ചുപിടിക്കാൻ വിനു ജോബാണ് എത്തുന്നത്. തിരിച്ചുപിടിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ്. തിരിച്ചുപിടിക്കുക എന്നുള്ള വലിയ ദൗത്യമൊന്നുമല്ല. കാരണം എന്നാന്ന് വെച്ചാൽ ചങ്ങനാശ്ശേരി ഒരു ജനാധിപത്യ വിശ്വാസികളുടെ ഒരു മണ്ഡലമാണ്. 40 വർഷമായി CF തോമസ് സാറായിരുന്നു അവിടുത്തെ MLA. സാറിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു MLA ആയിരുന്നു. അദ്ദേഹം മന്ത്രിയുമായിരുന്നു. ആ കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടു പോയ ആ സീറ്റ് തിരിച്ചു പിടിച്ച് CF തോമസ് സാറിൻ്റെ പേരിലുണ്ടായിരുന്ന ആ സീറ്റ് തീർച്ചയായിട്ടും ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെ ആ സീറ്റ് പിടിക്കും എന്നുള്ളതാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുമുണ്ട്. ജനങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കി തുടങ്ങിയിട്ടുമുണ്ട്. 100% ഇത്തവണ സിറ്റിംഗ് MLA ആണല്ലോ മത്സരിക്കുന്നത്. അതൊരു വെല്ലുവിളി ഉണ്ടോ? എങ്ങനെയാണ് അത്? സിറ്റിംഗ് MLA 140 സ്ഥലങ്ങളും ഉണ്ടല്ലോ.
എല്ലായിടത്തും പക്ഷേ ഏതായിട്ട് മത്സരിക്കുകയും ചെയ്യുള്ളൂ. അത് സാരമില്ല. സിറ്റിംഗ് MLA തോൽപ്പിക്കുക എന്ന് പറയുന്ന വലിയ ദുഷ്കരമായ കാര്യമൊന്നുമില്ല. ഞാൻ ആരെയും കുറിച്ച് മോശം പറയുന്നില്ല. ഞാൻ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു. ചങ്ങനാശ്ശേരിയിൽ ഒറ്റക്കെട്ടാണ്. എനിക്ക് ചങ്ങനാശ്ശേരിയെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. എൻ്റെ സ്വപ്നം പ്രാവർത്തികമാക്കാൻ വേണ്ടി എല്ലാവരുമായിട്ട് ആലോചിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നത്. തൃക്കൊടിത്താനത്തെ ഒരു വിജയമാണോ ഒരു പ്രധാന കോൺഫിഡൻസ് ആയിട്ട് വരുന്നത്? തൃക്കൊടിത്താനത്തെ വിജയം എനിക്കൊരു നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കി തീർച്ചയായിട്ടും. കാരണം അത് പറയാൻ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. തൃക്കൊടിത്താനം എന്ന് പറയുന്ന സ്ഥലത്ത് 25 വർഷമായിട്ട് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും. അവിടെ 8000 വോട്ടിന് പിന്നിൽ നിന്ന UDF പിന്നിൽ നിന്ന അവിടെയാണ് ഞാൻ മത്സരിച്ച് ജയിച്ചത്. അതിനൊരു അഹങ്കാരമായിട്ടൊന്നും പറയുകയില്ല. ഈ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർ മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് അത് വിജയിച്ചത്. ഒപ്പം തന്നെ ഞാൻ കുറ്റം പറയുന്നില്ല, CPM-ഉം CPI-യും BJP-യും വരെ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. മറ്റു പല രാഷ്ട്രീയ കക്ഷികളും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം വിനു ജോബിന് അങ്ങനെ വോട്ട് ചെയ്യാൻ എല്ലാവരും ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഇടപെടൽ അങ്ങനെ തന്നെയാണ്. ഒരു ഐക്യജനാധിപത്യ മുന്നണി മാത്രമല്ല, ഞാൻ ജയിച്ചു കഴിഞ്ഞ ഒരു ജനപ്രതിനിധിയാണ്. ആർക്കു വേണ്ടിയും എല്ലാവർക്കും ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് മാത്രമേ ഞാൻ കാണുകയുള്ളൂ. എന്തുകൊണ്ട് ജോബ് മൈക്കിളിന് ആളുകൾ വോട്ട് ചെയ്യരുത് എന്ന് തീരുമാനിക്കാൻ സാധ്യത എന്താ? വികസനമാണോ? എന്താണ് അതിൻ്റെ ഒരു റീസൺ? എന്താണ്? പൊളിറ്റിക്കലാണോ? എന്താണ് ജോബ് മൈക്കിളിൻ്റെ വോട്ട്? എന്തുകൊണ്ട് ആളുകൾ ഇപ്പം ജോബ് മൈക്കിൾ സ്വാഭാവികമായിട്ട് വോട്ട് തേടുന്നു, എന്തുകൊണ്ട് ആളുകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് അതായത് താങ്കൾക്ക് എന്തുകൊണ്ട് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു നേരിട്ടുള്ള ചോദ്യം. അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളാണോ അല്ല അത് ചെയ്തില്ല എന്നുള്ളതാണോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? അല്ല, ജോബ് മൈക്കിൾ തീർച്ചയായിട്ടും ഒരു MLA നിലയിൽ നമ്മൾ ഓരോരുത്തർക്കും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമല്ലോ. നമ്മൾ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ആ നിയോജക മണ്ഡലത്തിലെ ഉത്തരവാദിത്തങ്ങൾ പലതുമുണ്ട്. അതിനെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, എന്താണ് ചെയ്തിരിക്കേണ്ടത്, ആവശ്യമുള്ള കാര്യം. പരാജയമാണ് അദ്ദേഹം. ഞാൻ ഒരിക്കലും ഒരു MLA പരാജയമെന്ന് പറയില്ല. അങ്ങനെ പറയുന്നത് ശരിയല്ല. ഞാനിപ്പോൾ എന്നെപ്പറ്റി ഞാൻ പറയുന്നു, ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഞാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്, ചങ്ങനാശ്ശേരിയെ പറ്റി ഒരു കാഴ്ചപ്പാടുണ്ട്. നല്ലൊരു മാസ്റ്റർ പ്ലാൻ ചങ്ങനാശ്ശേരിയെ പറ്റി ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുക എന്നുള്ളൊരു കടമയാണ് എനിക്കുള്ളത്. ഈ NSS, ക്രൈസ്തവ സഭകൾ, ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണ്. അവരുടെയൊക്കെ ഒരു പിന്തുണ എത്ര കിട്ടും? ആനന്ദാശ്രമം കേരളത്തിലെ ആദ്യത്തെ SNDP സ്ഥാപനം തുടങ്ങി. ഓക്കെ, അവരുടെ ഒരു പിന്തുണ എത്രത്തോളം താങ്കൾക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? എനിക്ക് വലിയ പ്രതീക്ഷ അവരുടെയൊക്കെ പിന്തുണ. തീർച്ചയായിട്ടും. എത്ര ഭൂരിപക്ഷം കിട്ടും ചങ്ങനാശ്ശേരി? ഞാൻ ഭൂരിപക്ഷം എന്താണെങ്കിലും ജയിക്കും എന്നെനിക്ക് ശുഭാപ്തി വിശ്വാസമാണ്, യാതൊരു സംശയവുമില്ല. എന്തായാലും വിനു ജോബ് ജയിച്ചാൽ അതൊരു പുതിയ ചരിത്രമാകും. കാരണം ചങ്ങനാശ്ശേരി പതിറ്റാണ്ടുകൾ കൈവെള്ളയിലിരുന്ന സ്ഥലമാണ് UDF-നെ സംബന്ധിച്ച്. അത് പക്ഷേ ജോബ് മൈക്കിളിലൂടെ നഷ്ടമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഇത്തവണ തിരിച്ചു പിടിക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കേരള കോൺഗ്രസുകൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന മറ്റൊരു മണ്ഡലത്തിൽ ഒരു ബലപരീക്ഷണം കൂടിയായി ചങ്ങനാശ്ശേരി മാറും. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18. വളരെ ആകാംക്ഷ ഉണ്ടായിരുന്ന ഒരു സീറ്റാണ് കൊച്ചി സംബന്ധിച്ച UDF-ൽ. അവിടെ കൊച്ചിയിൽ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മത്സരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യം. ദീപ്തി മേരി വർഗീസിന്റെ പേരും കൊച്ചിയിലേക്ക് ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും ഒടുവിൽ നേതൃത്വം ഷിയാസിലേക്ക് തന്നെ എത്തുകയായിരുന്നു. പെരുമ്പാവൂരിൽ സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പിള്ളിക്ക് സീറ്റില്ല, പകരം പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ ദീപ്തി മേരി വർഗീസ് അവിടെ പോസ്റ്റർ വരെ അടിച്ചതാണ്. അതിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ഉറപ്പ് ലഭിച്ചതിനാലാണ് മുന്നൊരുക്കം തുടങ്ങിയതെന്നും ദീപ്തി കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഷിയാസിനെ കൊണ്ടുവരുമ്പോൾ അവിടെ എത്രത്തോളം സ്വീകാര്യത, മാത്രമല്ല ദീപ്തി നേതൃത്വത്തോട് ചേർന്ന് തന്നെ നിൽക്കുമെന്നുള്ള നിലപാടിലാണ്? എൽദോ കഴിഞ്ഞ ദിവസമാണ് എൽദോ സൂചിപ്പിച്ചതുപോലെ ദീപ്തി മേരി വർഗീസ് യു പ്രൊസീഡ് എന്ന് പറയുന്ന തനിക്കൊരു മെസ്സേജ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് താൻ ഈ പോസ്റ്ററുകൾ അടിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ ദീപ്തി, സർവം ദീപ്തം എന്നുള്ള ടാഗ്ലൈനോട് കൂടി ദീപ്തിയുടെ പോസ്റ്റർ പടം വന്ന പോസ്റ്ററുകൾ ഈ കൊച്ചിയിലെ ചുവരുകളിലെല്ലാം, കൊച്ചി മണ്ഡലത്തിലെ ചുവരുകളിലെല്ലാം പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം തന്നെ അതേ സീറ്റിൽ വീണ്ടും തർക്കം നിലനിൽക്കുന്നുമുണ്ട്. കൊച്ചി DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പേര് കുറെ കാലമായി തന്നെ ഈ കൊച്ചിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിനിടയിലും കേട്ടിരുന്നു. അതേസമയം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന നിലപാടാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും മുഹമ്മദ് ഷിയാസ് തന്നെയാണ് കൊച്ചിയിൽ മത്സരിക്കുക എന്നുള്ള കാര്യത്തിലാണ്. അത് ഇനി ഔദ്യോഗിക പ്രഖ്യാപനം വരാതെ ഈ രണ്ടുപേരും, ദീപ്തി മേരി വർഗീസും മുഹമ്മദ് ഷിയാസും പ്രതികരിക്കില്ല എന്നുള്ള നിലപാട് കൂടിയുണ്ട്. എന്നിരുന്നാൽ പോലും ദീപ്തിയോട് 2 തവണ അനീതി കാണിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളത്
എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളും ഒരു വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം കൊച്ചി മേയർ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടും ദീപ്തി മേരി വർഗീസിനെ അവസരം നൽകാതിരുന്ന സാഹചര്യം അന്നും ദീപ്തി വളരെ വികാരാധീനയായി മീഡിയകളോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം തന്നെ ഇപ്പോൾ അന്ന് ദീപ്തിയെ അനുനയിപ്പിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദീപ്തിക്ക് സീറ്റ് നൽകാമെന്നുള്ള കാര്യത്തിൽ, അത് തൃക്കാക്കരയാണോ കൊച്ചിയാണോ എന്നുള്ള കാര്യത്തിലും പിന്നീടും അത്തരം കൺഫ്യൂഷനുകൾ ഉണ്ടായിരുന്നു. പിന്നീട് സിറ്റിംഗ് MLA മാർ മത്സരിക്കട്ടെ എന്നുള്ള സാഹചര്യം വന്നപ്പോൾ ഉമാ തോമസ് തൃക്കാക്കരയിൽ നിന്നും മാറുന്നില്ല എന്നൊരു സാഹചര്യം കൂടി വന്നപ്പോഴാണ് തൃക്കാക്കര അല്ല ദീപ്തിക്കുള്ളത് എന്നുള്ളത്. പിന്നീട് കൊച്ചിയിലേക്ക് തന്നെയാണ്. കൊച്ചിയിൽ ഇപ്പോഴും ആ കൺഫ്യൂഷൻ തുടരുന്നുണ്ട്. പ്രത്യേകിച്ചും ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ കൊച്ചി ഷിയാസ് ആണോ ദീപ്തി മേരി വർഗീസ് ആണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും ഈ രണ്ടുപേരും, അതായത് ദീപ്തി മേരി വർഗീസും മുഹമ്മദ് ഷിയാസും മത്സരത്തിനുള്ള തയ്യാറെടുപ്പുകളിൽ തന്നെയാണ്. രണ്ടുപേരും രാവിലെ മാധ്യമങ്ങളോട് സംസാരിക്കില്ല, ഔദ്യോഗിക പ്രഖ്യാപനമില്ലാതെ സംസാരിക്കില്ല, വരാതെ. കൊടുവള്ളിയിലെ LDF സ്വതന്ത്രനെയും RJD സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചതോടെ കോഴിക്കോട് സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായി. വടകരയിൽ RMP സ്ഥാനാർത്ഥിയായി KK രമ തന്നെ മത്സരിക്കും. BJP സ്ഥാനാർത്ഥികളും കളത്തിലിറങ്ങിയതോടെ ജില്ലയിലെ 13 മണ്ഡലങ്ങളിലും പ്രചാരണം ഊർജിതമാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ CPM കുത്തക വാർഡുകൾ പിടിച്ചെടുത്ത റിനീഷാണ് ഇത്തവണ ശ്രദ്ധേയനായിട്ടുള്ള BJP സ്ഥാനാർത്ഥി. കുതിരവട്ടത്ത് ഗൃഹസമ്പർക്കത്തിലാണ് സ്ഥാനാർത്ഥി. റിനീഷിനൊപ്പം MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എൽദ. കോഴിക്കോട് ജില്ലയിലെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ, പ്രധാനപ്പെട്ട മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ആയി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമ്പോഴും കോഴിക്കോട് ജില്ലയിൽ അത്തരത്തിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതൃപ്തരായ ആളുകളോ അല്ലെങ്കിൽ സീറ്റ് ലഭിക്കാത്തവരുടെ പരാതികളോ ഒന്നും ഉയർന്നില്ല. ഒപ്പം BJPയും നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണ രംഗത്തുണ്ട്. LDF നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കൊടുവള്ളി പോലുള്ള ഇടങ്ങളിൽ സ്വതന്ത്രം നിശ്ചയിക്കുന്നതായിരുന്നു അല്പമെങ്കിലും താമസമുണ്ടായിരുന്നത്. അത് സലീം മടവൂരിനെ കൊടുവള്ളിയിൽ സ്വതന്ത്രനായി നിശ്ചയിച്ചു. ഒപ്പം RJDയുടെ സ്ഥാനാർത്ഥി വടകരയിൽ ഭാസ്കരൻ, അതായത് MK ഭാസ്കരൻ, നേരത്തെ ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റും വടകര ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണൊക്കെ ആയ ഭാസ്കരനെയും നിശ്ചയിച്ചു. അതോടുകൂടി LDF ക്യാമ്പിലെയും സ്ഥാനാർത്ഥികളെയും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കൊപ്പം T റെനീഷാണുള്ളത്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയ, അല്ലെങ്കിൽ കോഴിക്കോട്ടെ BJPയുടെ ഒരു ജയന്റ് കില്ലർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, അതായത് 2 CPM സ്വാധീനത്തിലുണ്ടായിരുന്ന വാർഡുകൾ 2 തെരഞ്ഞെടുപ്പുകളായി പിടിച്ചെടുത്തയാളാണ്. പുതിയറയും പിന്നീട് പൊറ്റമ്മൽ കേവലം ഒരു വാർഡ് മാത്രമല്ല, അല്ലെങ്കിൽ ഡിവിഷൻ മാത്രമല്ല, ബീന ഫിലിപ്പിന്റെ മുൻ മേയറുടെ ഒരു ഡിവിഷൻ കൂടിയാണ്. ഇടത് കോട്ട എന്നറിയപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. എന്തായാലും ആ വലിയ വിജയത്തിന് പാർട്ടി അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇത്തവണ കോഴിക്കോട് സൗത്തിലാണ് മത്സരിക്കുന്നത്. റിനീഷ്, ഒരു ജയന്റ് കില്ലർ എന്നാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പാർട്ടി നേതാക്കൾ തന്നെ വിശേഷിപ്പിച്ചത്. കാരണം ഇടത് കോട്ടകളായിരുന്നു നേരത്തെ മത്സരിച്ച പുതിയറായാലും പിന്നീട് ഉള്ള പൊറ്റമ്മലായാലും. എത്ര ആത്മവിശ്വാസം നൽകുന്നുണ്ട് ഈ ഇടങ്ങളിലെ വിജയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്? തീർച്ചയായിട്ടും കഴിഞ്ഞ 2 ദിവസത്തെ ജനങ്ങളുമായി സംസാരിക്കുമ്പോണ്ടാവുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, മെയ് 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ താമര ചിഹ്നത്തിൽ മലബാറിൽ നിന്നുള്ള ആദ്യത്തെ MLA T റെനീഷാവും എന്നുള്ളത് ഉറപ്പിച്ചു പറയുന്നു. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും വിജയിക്കാൻ സാധിച്ചത് അവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രാഥമികമായ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമെന്ന് അവർക്ക് ഉറപ്പ് നൽകിയതുകൊണ്ടാണ്. നമുക്കറിയാം, ഇന്ന് കേരള സർക്കാർ പറയുന്നത് ആരോഗ്യ മേഖല ലോകത്തിന് തന്നെ മാതൃകയാണെന്നുള്ളത്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഒന്ന് വരണം. നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഏഷ്യയിലെ തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന, ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്ന ഒരു ആരോഗ്യ മേഖലയിൽ ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അവിടെ ഇപ്പോഴും രോഗികൾ നിലത്താണ് കിടക്കുന്നത്. നിങ്ങൾക്കറിയാലോ, രോഗികൾ നിലത്ത് കിടക്കുന്ന അവസ്ഥയാണ്. നമ്മൾ ഉത്തരേന്ത്യയെ നോക്കൂ എന്ന് പറയുന്ന പ്രബുദ്ധ മലയാളികൾ എന്ന് പറയുന്ന ആളുകൾ നിലത്ത് ഇപ്പോഴും രോഗികൾ കിടക്കുന്ന ഈ കോഴിക്കോട് സിറ്റിയിലെ മെഡിക്കൽ കോളേജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിച്ച് അത് തള്ളാൻ കഴിയില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഒരു ഓപ്പറേഷന് വേണ്ടി പോയി കഴിഞ്ഞാൽ 3 ആഴ്ചയും 4 ആഴ്ചയും കഴിഞ്ഞിട്ടാണ് രോഗികൾക്ക് ഡേറ്റ് കിട്ടുന്നത്. ഒരു കാലിന് ശസ്ത്രക്രിയ വീണെങ്കിൽ 4 ആഴ്ച കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആവശ്യത്തിന് മരുന്നില്ല. ഇനി അഥവാ ചികിത്സ ചെയ്താലോ കൈക്ക് പകരം നാവിന് പകരം കാലൊക്കെ എടുക്കുന്ന അവസ്ഥ. ഇതാണ് ലോകത്തിന് മാതൃക എന്ന് പറയുന്നത്. ഈ കോഴിക്കോട് സൗത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അവർ എല്ലാ പോസ്റ്ററുകളും പറയുന്നത് ഞങ്ങൾ പുതിയ പാലം നിർമ്മിച്ചു. 40 വർഷം മുന്നുള്ളൊരു പ്രൊജക്റ്റാണ്. മാറി വന്ന 2 സർക്കാരുകളും 40 വർഷം കൊണ്ട് ഉണ്ടാക്കിയത് 120 മീറ്ററുള്ള ഒരു പാലം. അതാണിപ്പോൾ വലിയ വികസനം എന്ന് പറയുന്നത്. കടലോര മേഖലയിലെ ആളുകൾ ദുരിതത്തിലാണ്. സ്വന്തമായി വീടില്ലാത്ത ആയിരക്കണക്കിന് പേരുണ്ട്. കുടിവെള്ളം കിട്ടാത്ത വീടുകളുണ്ട്.
അപ്പോൾ ശരി, ഞാൻ എം എസ് പറഞ്ഞു അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഡോക്ടർ വന്ദന ദാസ് വധക്കേസിൽ പ്രതി സന്ദീപിന് ഇന്ന് ശിക്ഷ വിധിക്കും. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഒന്നാണ് വിധി പറയുന്നത്. അപൂർവമായിട്ടുള്ള കേസായി കണ്ട് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. എസ് വിനീഷ് വിവരങ്ങൾ നൽകും. വിനീഷ്, വലിയ തോതിൽ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണത്. എന്താണെങ്കിലും വന്ദന കൊലക്കേസിൽ നിന്ന് ശിക്ഷാവിധിയാണല്ലോ, എന്താണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ? തീർച്ചയായും എൽദോ, പ്രമാദമായ ഒരു കേസാണ്. ഡോക്ടർ വന്ദനദാസ് വധക്കേസിന്റെ പ്രതി സന്ദീപിനെ ഇന്ന് ശിക്ഷ വിധിക്കും. കഴിഞ്ഞ 17-ന് പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടിരുന്നു. തുടർന്നാണ് ഇതിന് ശിക്ഷ വിധിക്കാനായി 19-ലേക്ക് മാറ്റിയത്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ പ്രഖ്യാപിക്കുക. കേസ് അപൂർവമായി കണ്ട് പരമാവധി ശിക്ഷ വേണമെന്നാണ് പ്രോസിക്യൂഷൻ അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വന്ദനദാസിന്റെ മാതാപിതാക്കൾ നീതിക്കായി കാത്തിരിക്കുകയാണ്. കാരണം ഈ ശിക്ഷാവിധിക്ക് ശേഷമാകും അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം മാധ്യമങ്ങൾക്ക് നൽകുക. കഴിഞ്ഞ ദിവസം കോടതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കാണുകയും ചെയ്തിരുന്നു. 2013 മെയ് 10-നാണ് എൽദോ ഈ ഒരു കേസിനാസ്പദമായി സംഭവം തന്നെ ഉണ്ടാകുന്നത്. പോലീസ് വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച സന്ദീപിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ വന്ദനദാസിനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതിക്ക് മാനസിക സ്ഥിരതയില്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. വൈദ്യപരിശോധനയിൽ മാനസിക പ്രശ്നമില്ലെന്ന് തെളിഞ്ഞത് പ്രോസിക്യൂഷനെ അത് കോടതിക്കാനായി അത് ഈ കേസിൽ വലിയൊരു നിർണായകമായി തന്നെ മാറി. അതുപോലെ തന്നെ പ്രകോപനമില്ലാതെ ആക്രമണം നടത്തിയതിന്റെ കാരണം കണ്ടെത്താൻ ഉള്ള അന്വേഷണവും എല്ലാം തന്നെ കേസിൽ വലിയ ഒരു നിർണായകമായ, അതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകൾ കൃത്യം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളടക്കം വലിയ തെളിവായിട്ട് തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട 22 തുണ്ടിമുതലുകളും 207 രേഖകളും കോടതിയിൽ ഹാജരാക്കി. അതുപോലെ തന്നെ 70-ൽ പരം സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നു. ഇവരെയെല്ലാം കൃത്യമായി വിസ്തരിച്ചു. അതുപോലെ തന്നെ ഈ ആശുപത്രിയിൽ ആംബുലൻസ് ഡ്രൈവർ ദൃക്സാക്ഷിയായിരുന്നു. ആംബുലൻസ് ഡ്രൈവറുടെ മൊഴിയും എല്ലാം വളരെ നിർണായകമായിരുന്നു. ഡോക്ടർ വന്ദന വധക്കേസിൽ ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകും. വിവരങ്ങളാണ് എസ് വിനീഷ് നൽകിയത്. എണ്ണ വാതക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം കടുപ്പിച്ച് ഇറാനും ഇസ്രായേലും. ഖത്തറിൽ ലോകത്തിലെ ഏറ്റവും വലിയ LNG കേന്ദ്രം ആക്രമിച്ചതോടെ ഇറാൻ എല്ലാ അതിരുകളും ലംഘിക്കുകയാണ് എന്ന് ഖത്തർ പ്രതികരിച്ചു. ഇറാനിലെ സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ഇറാൻ എംബസി ഉദ്യോഗസ്ഥരെ ഖത്തർ പുറത്താക്കി. പാർവതി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പാർവതി, പശ്ചിമേഷ്യയിൽ അശാന്തിയാണ്, എന്താണ് ഏറ്റവും ഒടുവിലെത്തിയ അപ്ഡേറ്റുകൾ? എൽദോ, പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് അയവില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. യുദ്ധം തുടങ്ങി 20 ദിവസം പിന്നിടുമ്പോൾ ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് തുടരുന്നത്. ഖത്തറിൽ ലാസ് ലഫാനിയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണമുണ്ടായത്. ഇവിടെ വലിയ നാശനഷ്ടമുണ്ടായി. ഖത്തറിലെ പ്രധാന വാതക ഹബ്ബ് കൂടിയാണ് ഈ കേന്ദ്രം. ഇവിടെ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഇത് ഖത്തറിനെ വല്ലാത്ത രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുമുണ്ട്. ഇറാൻ അതിര് കടക്കുന്നുവെന്നായിരുന്നു ഖത്തറിന്റെ പ്രതികരണം. ഇറാൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഖത്തർ പുറത്താക്കുകയും ചെയ്തു. സെക്യൂരിറ്റി അറ്റാഷെ, മിലിറ്ററി അറ്റാഷെ, ജീവനക്കാർ എന്നിവർ 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്നായിരുന്നു ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവ്. ഒപ്പം തന്നെ സൗദി അറേബ്യ, അബുദാബി എന്നിവിടങ്ങളിലെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചും ആക്രമണമുണ്ടായി. എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണമാണ് ഉണ്ടായത്. അബുദാബിയിൽ ഹബ്ഷാൻ ഗ്യാസ് കേന്ദ്രം, ബാബ് എണ്ണപ്പാടം എന്നിവിടങ്ങളിലും മിസൈൽ ആക്രമണമുണ്ടായി. ഇവിടെ ആർക്കും പരിക്കില്ല, പക്ഷേ ഇവിടുത്തെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളിൽ US ഇസ്രായേൽ ആക്രമണവും നടത്തി എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. സൗത്ത് പാർസിൽ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഗ്യാസ് ഫീൽഡാണ് ഈ സൗത്ത് പാർസ്. ഇത് ഇറാഖിനും ഖത്തറിനും ഇടയിലുള്ള ഓഫ്ഷോറിലാണ് ഈ കേന്ദ്രമുള്ളത്. അവിടെ ഇസ്രായേലും US-ഉമാണ് ആക്രമണം നടത്തിയത്. ഇറാന്റെ ആകെ ഗ്യാസ് ഉൽപ്പാദനത്തിൽ 70% സൗത്ത് പാർസിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഒപ്പം ഇന്ത്യൻ നേവി ഒമാൻ തീരത്ത് കൂടുതൽ പടക്കപ്പലുകൾ വിന്യസിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഹോർമുസിലൂടെയുള്ള കപ്പലുകൾ കടന്നു വരുന്നതിന് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ പടക്കപ്പലുകൾ ഈ മേഖലയിൽ തമ്പടിച്ചിട്ടുള്ളത്. 22 കപ്പലുകളാണ് ഇന്ത്യ വിന്യസിച്ചത്. ഹോർമുസ് കടക്കുന്ന കപ്പലുകളിൽ ഉള്ളത് 2.15 ലക്ഷം മെട്രിക് ടൺ LNG, 3.21 ലക്ഷം ടൺ LPG, 16.76 ലക്ഷം ടൺ ക്രൂഡ് ഓയിൽ എന്നിവയാണ്. ഒപ്പം 10 ഇന്ത്യൻ കപ്പലുകളാണ് ഹോർമുസ് കടലിടുക്ക് കഴിഞ്ഞ് വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇന്ധന പാചകവാതക ക്ഷാമം രൂക്ഷമാണ്. ഈ സാഹചര്യത്തിൽ ഈ കപ്പലുകൾ ഈ ഹോർമുസ് കടലിടുക്ക് കടന്നു വരുന്നത് വളരെ നിർണായകം കൂടിയാണ്.
ഈ 10 ഇന്ത്യൻ കപ്പലുകൾ ഈ മേഖലയിൽ കൂടി കടന്നു വരുന്നുണ്ട്. ഇതിനായി സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ നേവി ഒമാൻ തീരത്തായി 22 കപ്പലുകളാണ് വിന്യസിച്ചിട്ടുള്ളത്. എൽദോ, പാർവതി, ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഈ കപ്പൽ ഗതാഗതം അത് വളരെ നിർണായകമാണ് ഇന്ത്യയെ സംബന്ധിച്ച്. ഇന്ത്യയിലും ഈ LPG ആശങ്ക അത് വേണ്ട എന്ന് പറയുമ്പോൾ പോലും പരമാവധി സംഭരിക്കുക എന്നുള്ള ഒരു കാര്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ കൂടുതൽ കപ്പലുകൾ ഈ LPGയുമായി വരും ദിവസങ്ങളിൽ ഇന്ത്യയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാമോ? ഹോർമുസിലെ ഗതാഗതം സുഗമമായിട്ടില്ല എങ്കിൽ പോലും. തീർച്ചയായിട്ടും ഇതിന്റെ ഭാഗമായി കൂടി തന്നെയാണ് എൽദോ, ഇന്ത്യ സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് കൂടുതൽ കപ്പലുകൾ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ 22 പടക്കപ്പലുകളാണ്. ഇന്ത്യൻ പതാക ഉയർത്തിയ 10 പടക്കപ്പലുകൾ ഈ മേഖലയിലുണ്ടെന്നും 10 പടക്കപ്പലുകൾ കടന്നു വരുന്നുണ്ടെന്നും 22 പടക്കപ്പലുകൾ ഇതിന് സുരക്ഷയൊരുക്കാനായി ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു. കാരണം നമുക്കറിയാം, ഇറാൻ ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചതുമായി ബന്ധപ്പെട്ട് ഈ മറ്റ് രാജ്യങ്ങളിലേക്ക് കപ്പലുകൾ വരുന്നത് പൂർണ്ണമായി തടയുന്നതിന്റെ ഭാഗമായാണ് ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചത്. ഈ കടലിടുക്ക് കടന്നു വരുന്ന കപ്പലുകളെ കത്തിക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ നയതന്ത്ര തലത്തിൽ നടത്തിയ ചർച്ചയുടെ ഭാഗം കൂടിയായിട്ടാണ് ഇപ്പോൾ കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നത്. ഈ കപ്പലുകളിൽ വരുന്ന നമുക്ക് പൂർണ്ണ തോതിൽ ഈ പ്രതിസന്ധികൾ, പാചകവാതക ഇന്ധന പ്രതിസന്ധികൾ പരിഹരിക്കാൻ സാധിക്കില്ലെങ്കിൽ കൂടി ഈ കപ്പലുകൾ കടന്നു വരുന്നത് വലിയ ആശ്വാസം തന്നെയാണ് ഇന്ത്യക്കും. ശരി, പാർവതിയാണ് വിവരങ്ങൾ നൽകിയത്. എന്നാൽ പശ്ചിമേഷ്യ അശാന്തമാണ്. കൂടുതൽ പ്രശ്നങ്ങൾ അവിടെ വരുന്നു. പ്രത്യേകിച്ചും ഈ എണ്ണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അത് എത്രത്തോളം ഭയാനകമായി മാറുമെന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അപ്പോൾ അത്തരം ആക്രമണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് ആശങ്കപ്പെടുന്നത്. ഇനി നമ്മുടെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം പൂവച്ചൽ സ്വദേശി മെറില്ലയുടെ ജന്മദിനമാണെന്ന് ആശംസ അറിയിക്കുന്നത് അച്ഛൻ ഷെൽഷൻ, ഒപ്പം അമ്മ മഞ്ജു, മറ്റ് കുടുംബാംഗങ്ങളുമാണ്. ഹാപ്പി ബർത്ത്ഡേ മെറില്ല. രാവിലെയുടെ സമയം പൂർണ്ണമാവുകയാണ്. വീണ്ടും വാർത്തകളുമായി 9 മണിക്ക് ചേരാം. നമസ്കാരം.